കേരള തലസ്ഥാനം പിടിക്കുമെന്ന ബി.ജെ.പിയുടെ നിരന്തരമായ അവകാശവാദം കൊണ്ട് രാജ്യശ്രദ്ധ ആകർഷിച്ച തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത്. ബി.ജെ.പി തിരുവനന്തപുരത്ത് ഭരണത്തിലെത്തിയാൽ അത് സ്വാഭാവികമായും രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്തയായി മാറുകയും ചെയ്യും. അക്കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. പോളിംഗ് അവസാനിക്കുമ്പോൾ, വിവിധ മുന്നണികളുടെ കണക്കെടുപ്പുകൾ കഴിയുമ്പോൾ ബി.ജെ.പി യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ശുഭപ്രതീക്ഷയിലാണ്. അവർ ആദ്യമൊക്കെ പറഞ്ഞതുപോലെ 60-70 സീറ്റൊന്നും നേടില്ല എങ്കിൽ പോലും ഒരു 40-ന് മുകളിൽ, പരമാവധി 44 വരെ സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ സാധിക്കും എന്ന് ബി.ജെ.പി കണക്ക് കൂട്ടുന്നുണ്ട്. ഈ 44-40 സീറ്റുകൾ നേടിയാലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ കഴിയുമെന്ന് ബി.ജെ.പി കണക്ക് കൂട്ടുന്നത് യു.ഡി.എഫ് പല മേഖലകളിലും CPM-മായി നേരിട്ട് പോരാട്ടം നടത്തുന്ന ഇടങ്ങളിൽ വിജയപ്രതീക്ഷയിലാണ് എന്നത് തന്നെയാണ്. അതായത് ഇടതുപക്ഷത്തിനെതിരായ ഒരു വികാരം തിരുവനന്തപുരത്തുണ്ടായിട്ടുണ്ടെന്നും അത് ബി.ജെ.പിയും CPM-ഉം ഇടതുപക്ഷവുമായി ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിൽ ബി.ജെ.പിക്ക് ഗുണകരമായും, LDF-ഉം UDF-ഉം തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിൽ UDF-ന് ഗുണകരമായും ഒരു 50% വന്നാൽ പോലും തങ്ങൾക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറാം എന്ന പ്രതീക്ഷയാണ് ബി.ജെ.പി പങ്കുവയ്ക്കുന്നത്. ബി.ജെ.പിക്ക് തിരുവനന്തപുരം ഭരിക്കണമെങ്കിൽ കഴിഞ്ഞ 2 തവണത്തെ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിലെ വാർഡുകളിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കണം. അത്തരത്തിൽ ബി.ജെ.പിയുടെ പ്രവർത്തനം കഴക്കൂട്ടത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടതിൻ്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ബി.ജെ.പി ഈ പോളിംഗ് ഡാറ്റകളുടെ വിശകലനത്തിന് ശേഷം കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ തവണത്തെ 5-ൽ നിന്ന് 12 സീറ്റ് വരെയായി കഴക്കൂട്ടം മണ്ഡലത്തിലെ 28 വാർഡുകളിൽ ബി.ജെ.പിയുടെ സാന്നിധ്യം മാറുമെന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നു. അതിൽ 2 സീറ്റുകൾ ഒരുപക്ഷെ ഒരു 50-50 ചാൻസ് എന്നുള്ള നിലയിൽ മാറ്റിവെച്ച് ബാക്കി 10 സീറ്റുകൾ ബി.ജെ.പി ഉറപ്പായും ജയിക്കും എന്ന് കരുതുകയാണ്. അങ്ങനെ കഴക്കൂട്ടത്ത് 10 സീറ്റുകളിൽ 28-ൽ 10 സീറ്റുകളിൽ ജയിക്കാനായാൽ അത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആകെ കണക്ക് പുസ്തകത്തിൽ സ്വാഭാവികമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്നതിന് നിർണായക ഘടകമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴക്കൂട്ടം മണ്ഡലത്തിലെ മറ്റു ചില വാർഡുകളിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. അവിടെ UDF-ന് ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിലയിരുത്തലും ബി.ജെ.പി കേന്ദ്രങ്ങൾക്കുണ്ട്. അതുമാത്രമല്ല, വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ LDF-ന് ഒരുപക്ഷെ ഏറ്റവും വലിയ തിരിച്ചടി ഏൽക്കുന്ന ഒരിടമായി അത് മാറാനിടയുണ്ട് എന്നും, വട്ടിയൂർക്കാവിൽ UDF LDF ഡയറക്റ്റ് പോരാട്ടം നടക്കുന്ന വാർഡുകളിൽ UDF വിജയം അവകാശപ്പെടുന്നത് ബി.ജെ.പിക്ക് വലിയ സന്തോഷം നൽകുന്ന ഘടകമാണ്. കാരണം LDF-ൻ്റെ സിറ്റിംഗ് സീറ്റുകൾ കുറയുകയാണ്. ചിലയിടങ്ങളിൽ സ്വതന്ത്രരുടെ സാന്നിധ്യം, സ്വതന്ത്രർ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്ക് കൂട്ടുന്ന വാർഡുകളും LDF-ൻ്റെ സിറ്റിംഗ് വാർഡുകളാണ്. അപ്പോൾ ആ നിലയിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം LDF-ൻ്റെ സിറ്റിംഗ് സീറ്റുകളിൽ ഉണ്ടാകുന്ന ഓരോ കുറവും തങ്ങൾക്ക് ഗുണകരമാകുമെന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഈ കഴക്കൂട്ടത്ത് 5-ൽ നിന്ന് 10-ലേക്ക് ഉയരുമെന്നവർ ഉറപ്പിച്ച് കണക്ക് കൂട്ടുകയാണ്. അത് 5 സീറ്റിൻ്റെ പ്ലസ് അവിടെ ഉണ്ടാകുന്നു. ആ പുതുതായ 6 വാർഡുകൾ കൂട്ടിച്ചേർത്തു എങ്കിൽ പോലും 5-ൽ നിന്ന് 10-ലേക്ക് ഉയരുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അവിടെ LDF-ൻ്റെ കഴിഞ്ഞ തവണ നേടിയ 14 എന്നുള്ള കണക്കിൽ നിന്ന് അവർ താഴേക്ക് വരും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. കാരണം UDF-ഉം അവിടെ 7 സീറ്റിൽ വരെ വിജയപ്രതീക്ഷ വച്ച് പുലർത്തുന്നുണ്ട്, 100% വിജയിക്കും എന്ന് കരുതുന്നത്. ഈ ബി.ജെ.പിയും കോൺഗ്രസും ഒരേപോലെ വിജയ പ്രതീക്ഷ വച്ച് പുലർത്തുന്ന ചില വാർഡുകളും അക്കൂട്ടത്തിലുണ്ട്. നമ്മൾ കഴക്കൂട്ടത്തെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്, അവിടുത്തെ മുന്നണികളുടെ പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ വട്ടിയൂർക്കാവിൽ സ്വാഭാവികമായി LDF-ന് ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ അന്തിമ വിശകലനത്തിൽ ബോധ്യപ്പെടുമ്പോൾ ബി.ജെ.പി അതിലും പ്രതീക്ഷ വയ്ക്കുകയാണ്. കാരണം ബി.ജെ.പിക്ക് വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തവണ നേടിയ 9 സീറ്റുകളിൽ നിന്ന് വലിയ കുറവുണ്ടാകില്ല എന്നവർ പറയുന്നു. സിറ്റിംഗ് സീറ്റുകളെല്ലാം സേഫാണ് എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. 1-2 വാർഡുകളിൽ മാത്രമാണ് കടുത്ത മത്സരം നടക്കുന്നത്. ബാക്കിയുള്ള ഇടങ്ങളിൽ സേഫായി ജയിച്ചു കയറാൻ സാധിക്കും എന്ന് ബി.ജെ.പി കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വലിയ നഷ്ടമില്ലാതെ പോകും. എല്ലാവരും ബി.ജെ.പി കേന്ദ്രങ്ങളിൽ പോലും ആശങ്കയുണ്ടായിരുന്നത് നേമം മണ്ഡലത്തിലെ പ്രകടനത്തെക്കുറിച്ചാണ്. കാരണം ഈ തിരുമല അനിലിൻ്റെ മരണവും ആനന്ദ് കെ തമ്പിയുടെ മരണവും ഒക്കെയായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്കെതിരെ അതിശക്തമായ ക്യാമ്പയിനിങ് നടന്ന മേഖലകളിൽ, അത്തരം മേഖലകളിൽ പക്ഷേ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നാണ് ബി.ജെ.പിയുടെ ബൂത്ത് തല കണക്കുകൾ വ്യക്തമാക്കുന്നത്.
അങ്ങനെ വരുമ്പോൾ ഈ തൃക്കണ്ണാപുരം അടക്കമുള്ള മേഖലകളിൽ BJP സേഫായി നിൽക്കും എന്ന് അവർ അവകാശവാദം ഉന്നയിക്കുകയാണ്. അപ്പോൾ നേമത്ത് ഒരു തിരിച്ചടി ഉണ്ടാക്കി ഈ കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും ഉണ്ടായേക്കാവുന്ന നഷ്ടം CPM-ന് നികത്താനാകില്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ നഷ്ടം അവിടെ നഷ്ടമായി നിൽക്കും. നിയമം അവിടുത്തെ ഒരു സ്റ്റാറ്റസ് കോ നിലനിർത്തും. 1-2 സീറ്റുകളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ നേരിയ വ്യത്യാസം വന്നാൽ പോലും ഈ വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ അത് മതിയാകാതെ വരും. ഇനി തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് പോയാലും പ്രശ്നമുണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം തീരദേശ മേഖലകൾ ഉൾപ്പെടുന്ന ചില വാർഡുകളുണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള ചില മേഖലകളുണ്ട്. അവിടെയൊക്കെ UDF-ന് അനുകൂലമായ ഒരു വികാരം രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം ബാക്കിയാകുന്നുണ്ട്. UDF കേന്ദ്രങ്ങൾ അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീരദേശ മേഖലയിലെ വാർഡുകളിൽ കഴിഞ്ഞ തവണ ഒരു ക്ലീൻ സ്വീപ്പിന് സമാനമായ വിജയം നേടാനായ LDF-ന് UDF-ന് മുന്നിൽ ചില സീറ്റുകളെങ്കിലും അടിയറ വയ്ക്കേണ്ടി വരുമെന്ന സാഹചര്യമുണ്ട്. അതും BJP-ക്ക് ഗുണകരമാകുന്നതാണ്. കാരണം നഗരമേഖലയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റെണ്ണം അതേപടി നിലനിർത്താൻ സാധിക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ 35-ൽ BJP-ക്ക് ഒരുപക്ഷെ സിറ്റിംഗ് സീറ്റുകൾ എന്ന നിലയിൽ നഷ്ടപ്പെട്ടു പോകാവുന്നത് ഒരു 3-4 എണ്ണം മാത്രമാണ്. സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് BJP കണക്ക് കൂട്ടുന്നത്. പക്ഷേ LDF-ന് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുന്നതിൻ്റെ എണ്ണം കൂടുതലാണ്. കഴക്കൂട്ടത്തും തിരുവനന്തപുരം മണ്ഡലത്തിലെ നഗരമേഖലയിലെ ചില വാർഡുകളിലും BJP അപ്രതീക്ഷിതമായ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വിസിബിളാണ്. പക്ഷേ അത് വോട്ടിൻ്റെ കാര്യത്തിൽ എങ്ങനെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് ഫലം വരുമ്പോൾ മാത്രം നമുക്കറിയാൻ സാധിക്കുന്നതെങ്കിലും ആ BJP-യുടെ കണക്ക് കൂട്ടലിൽ ഉണ്ടാക്കുന്ന മുന്നേറ്റം സ്വാഭാവികമായി 40-ന് മുകളിലേക്ക്, ഒരുപക്ഷെ 44 വരെ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാൻ സഹായകരമാകും എന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP-യുടെ പ്രതീക്ഷകൾ അങ്ങനെ കംപ്ലീറ്റായി അവർ വെറുതെ സ്വപ്നം കാണുകയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്ന തരത്തിലല്ല തിരുവനന്തപുരത്തിൻ്റെ പോളിംഗ് ഡാറ്റ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം. ചില യാഥാർത്ഥ്യങ്ങളായി തന്നെ നമ്മൾ അംഗീകരിക്കണമല്ലോ. കാരണം കഴക്കൂട്ടത്ത് കഴിഞ്ഞ തവണ 5 സീറ്റ് നേടിയ BJP അവിടെ നിന്ന് നമ്മൾ ഒരു പ്രീപോൾ അനാലിസിസ് നടത്തുന്ന വേളയിൽ അവിടെ നിന്ന് 2 സീറ്റിൻ്റെ വർധന ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഒരു 12 സീറ്റ് വരെ ആകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് BJP അവകാശപ്പെടുമ്പോൾ ചില LDF-ൻ്റെ ഉറച്ച കേന്ദ്രങ്ങളെന്ന് വിശ്വസിക്കുന്ന ഇടത്ത് പോലും അത്തരത്തിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് BJP പറയുമ്പോൾ കഴക്കൂട്ടത്ത് കഴിഞ്ഞ തവണ നേടിയ 5 സീറ്റുകളിൽ ഒരു സിറ്റിംഗ് സീറ്റ് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുമെന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. അതിനപ്പുറത്ത് LDF-ൻ്റെ സീറ്റുകൾ പിടിച്ചെടുക്കുക, പുതിയ വാർഡുകൾ പിടിച്ചെടുക്കുക എന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിരുന്നു. ആ ഒരു ദൗത്യം കഴക്കൂട്ടത്ത് ഭംഗിയായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് BJP കണക്ക് കൂട്ടുമ്പോൾ കഴിഞ്ഞ തവണത്തെ 35-ൽ നിന്ന് ഒരു 6-7 സീറ്റ് അധികം നേടി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം UDF തീരദേശ മേഖലയിൽ ശക്തമായ പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് എന്നത് വ്യക്തം. അത് വോട്ടുകളായി മാറിയിട്ടുണ്ടെങ്കിൽ, UDF-ൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ UDF അത്തരം മേഖലകളിൽ, കഴക്കൂട്ടത്തെ ആയാലും തിരുവനന്തപുരത്തെ ആയാലും അത്തരം മേഖലകളിൽ UDF ഉണ്ടാക്കുന്ന ഓരോ ചലനവും, വട്ടിയൂർക്കാവിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന 4-5 സീറ്റുകളിൽ ഉണ്ടായിരിക്കുന്ന ചലനം UDF-ന് അനുകൂലമായി ചെറുതായെങ്കിലും ഒരു 50% മാറുകയാണെങ്കിൽ അതും LDF-നെ ബാധിക്കുന്നതാകും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഈ 40-ലധികം സീറ്റ് നേടുന്ന കക്ഷിക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ സാഹചര്യം ഈ പറയുന്നത് പോലെ ഒരു വലിയ വ്യത്യാസത്തിലൊന്നും ആയിരിക്കില്ല. LDF-ഉം BJP-യും തമ്മിൽ ഈ പറയുന്ന കണക്കുകൂട്ടലുകൾ വച്ചിട്ടാണെങ്കിലും ഒരു വലിയ വ്യത്യാസമുള്ളതായിരിക്കില്ല. നേരിയ വ്യത്യാസം. നമ്മൾ നേരത്തെയൊക്കെ ചൂണ്ടിക്കാട്ടിയ ഫോക്കസിലുള്ള 5 സ്വതന്ത്രന്മാരിൽ ഒരു 2-3 പേർ ജയിച്ചു വന്നാൽ അവരും ഈ ഭരണത്തിൽ അതിനിർണായകമായ പങ്ക് വഹിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും എന്നത് BJP-യുടെ കണക്കുകൂട്ടലുകൾ പരിശോധിക്കുമ്പോഴും ബോധ്യപ്പെടുന്നുണ്ട്. BJP സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ അവരുടെ കണക്കുകൂട്ടലുകളിൽ 49 വരെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ 49 വരെ പോകാനുള്ള സാധ്യതകൾ വിരളമാണ് എന്നാണ് നമ്മുടെ ഡാറ്റകൾ കൂടി വെച്ച് പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യം. എങ്കിലും 40-ന് മുകളിലേക്ക് BJP-ക്ക് എത്താവുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്തെ പോസ്റ്റ് പോൾ ഡാറ്റകൾ പരിശോധിക്കുമ്പോൾ വിവിധ മുന്നണികളുടെ കണക്കുകൾ, നമുക്ക് വിവിധ മുന്നണികൾ പ്രാദേശികമായി അവർ ശേഖരിച്ച വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, അവരുമായൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ
BJPയുടെ സീറ്റെണ്ണത്തിൽ വർധനയുണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. UDFിൻ്റെ സീറ്റെണ്ണത്തിൽ വർധനയുണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. LDFിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത പോരാട്ടം നടക്കുന്ന വാർഡുകൾ നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ, അതായത് BJPയും UDFും എതിരാളികളായി ഒരേപോലെ നിൽക്കുന്ന ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ LDF വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകും എന്നുള്ളത് LDF കണക്ക് കൂട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ അല്ലാത്ത ഇടങ്ങളുണ്ട്. പിന്നെ പലയിടങ്ങളിലും ക്രോസ് വോട്ടിംഗ് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. കാരണം BJP ജയിക്കേണ്ടുന്ന ഇടങ്ങളിൽ BJPയുടെ സീറ്റ് കുറയ്ക്കാൻ ഞങ്ങൾ തോറ്റാലും കുഴപ്പമില്ല, BJPയെ തോൽപ്പിക്കുന്നത് ആരാണോ അവർക്ക് വോട്ട് ചെയ്യാമെന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു നില വന്നിട്ടുണ്ട് എന്നുള്ള സംസാരങ്ങൾ പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. തിരിച്ചും CPM ജയിക്കാതിരിക്കാൻ BJPയും ചിലയിടങ്ങളിൽ ക്രോസ് വോട്ടിംഗ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം പരമാവധി ഒന്നാമതാകാൻ കഴിവുള്ള ശക്തിയുടെ സീറ്റെണ്ണം കുറയ്ക്കുക എന്ന നിലയിൽ പല വാർഡുകളിലും നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്ന പരസ്പരമുള്ള ആക്ഷേപങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യമൊക്കെ എത്രമാത്രം എന്ന് നമുക്ക് ഫലമറിയുമ്പോൾ മാത്രം ബോധ്യപ്പെടുന്ന കാര്യം. കാരണം മുൻ വർഷങ്ങളിലെ ഡാറ്റകൾ പരിശോധിച്ചാൽ അതിനകത്ത് വോട്ടിലുണ്ടായിരിക്കുന്ന ചോർച്ചയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് പിന്നീട് ചർച്ചകൾ ഉണ്ടാകേണ്ടത്. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ ഒരു പൾസിൽ BJPക്ക് പ്രതീക്ഷകൾ കൈവിടാതെ ആ വോട്ടെണ്ണൽ ദിനം വരെയും മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു കണക്ക് ഉണ്ട് എന്നുള്ളതാണ് ശരിയായി നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം.